ഹേ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളതാണ്. ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ടൈപ്പ് അല്ലെങ്കിൽ വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതെല്ലാം നമ്മൾ ഇന്ന് നോക്കുന്നതായിരിക്കും. Demand forecasting by definition, it is the process of estimating the future demand for a product or service using historical data, market intelligence and analytical techniques. Okay, again അതിൽ നമുക്ക് മൂന്ന് കമ്പോണൻസ് വന്നിട്ടുണ്ട്. യൂസിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ, മാർക്കറ്റ് ഇന്റലിജൻസ് ആൻഡ് അനാലിറ്റിക്കൽ ടെക്നിക്സ്. അതായത് നമ്മൾ ഫ്യൂച്ചർ ഡിമാൻഡ് ഈ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, അതേപോലെ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, അതേപോലെ അനാലിറ്റിക്കൽ ടെക്നിക്സുകൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മളുടെ ഫ്യൂച്ചർ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ വെരി 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 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇൻ ദ സപ്ലൈ ചെയിൻ. അതായത് നിങ്ങൾ സപ്ലൈ ചെയിൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ, സപ്ലൈ ചെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ഐ ഹോപ്പ് അപ്പോൾ നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതി കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇഫ് നോട്ട്, പ്ലീസ് ഡു സോ. അപ്പൊ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് നോക്കില്ലേ. അപ്പം അതേപോലെ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ആൻഡ് രണ്ടാമത് മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും ക്രോസ് യൂസ് ചെയ്യുന്നതാണ് prediction and forecasting അല്ലേ. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും ഡിമാൻഡ് prediction and demand forecasting is the activity of predicting the future demand. അപ്പം അതില് സംടൈംസ് ഞാനും അത് ആ ഒരു വാക്കുകൾ ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിന്റെ ഒരു ആക്ച്വൽ നമ്മളൊരു മനസ്സിലാക്കേണ്ട കാര്യം, ഈവൻ നമ്മൾ സംടൈംസ് വാക്കുകൾ മാറ്റി യൂസ് ചെയ്താലും പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വൈൽഡ് ഗസ് ആണ്. അതായത് നമ്മൾക്കൊരു ഡേറ്റ ബാക്കപ്പോ അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മൾ വെറുതെ ചുമ്മാ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് മേളിലോട്ട് നോക്കിയിട്ട് ഓക്കെ ഇന്ന് വൈകിട്ട് മഴ കാണും എന്ന് പറയുന്നതാണ് പ്രഡിക്ഷൻ. നമുക്കൊന്നുമില്ല, ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു കാറ്റോ കോളോ എന്തെങ്കിലും കണ്ട് നമ്മൾ പറയാണ് യെസ് മഴയുണ്ടെന്നല്ലേ. അതേസമയം ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡേറ്റ വെച്ചിട്ട് നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്നതിനെയാണ്. അതിനെയാണ് നമ്മൾ ഇപ്പൊ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമൊക്കെ നമുക്ക് ഇന്ന് വൈകിട്ട് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഇത്ര % ചാൻസ് ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ വരുമ്പോൾ അത് ഡേറ്റ ബാക്ക്ഡ് ഡിസിഷൻസ് ആണ്. അതുപോലെ തന്നെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലോട്ടും വരുമ്പോൾ ഇവിടെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമല്ല, പകരം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ്. നമ്മൾ ജസ്റ്റ് വൈൽഡ് ആയിട്ട് ഒരു ഗസ് ചെയ്യുമല്ല, ഓക്കെ അടുത്ത മാസം 100 എണ്ണം വിറ്റ് പോകുമായിരിക്കും, അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, കഴിഞ്ഞ മാസം 100 എണ്ണം വിറ്റുപോയി, കഴിഞ്ഞതിന് മുമ്പത്തെ മാസം 95 ആയിരുന്നു, അതിന് മുമ്പത്തെ മാസം 90 ആയിരുന്നു, അതുകൊണ്ട് അടുത്ത മാസം 105 ആയിരിക്കും എന്ന് നമ്മൾ ഡേറ്റ ബാക്കപ്പ് വെച്ചിട്ട്, അതായത് ഡേറ്റ ബാക്ക് ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻസ് ആണ് അവിടെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡെഫിനിഷനിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ, മാർക്കറ്റ് ഇന്റലിജൻസ് ആൻഡ് അനാലിറ്റിക്കൽ ടെക്നിക് എന്ന് പറഞ്ഞ് നമുക്കൊരു 3 കമ്പോണൻസ് വന്നേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഫോർകാസ്റ്റിംഗ് ക്യാൻ ബി ഡൺ അറ്റ് ദ മൈക്രോ ലെവൽ. മൈക്രോ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്റ്റോറിന് സ്പെസിഫിക് ആയിട്ട്, ഓക്കെ, അതായത് ഇപ്പം ഒരു റീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തുണിക്കട നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു 100 സ്റ്റോർ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒരു സ്റ്റോറിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം, അടുത്ത മാസം എത്ര എണ്ണം വിറ്റുപോകും. രണ്ടാമത് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ലെവലിൽ, ഇപ്പൊ നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ മെൻസ് വെയർ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷർട്ട്സ് ഉണ്ട്, ഫോർമൽസ് ഉണ്ട്, കാഷ്വൽസ് ഉണ്ട്, ഫോർമൽസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഇതിൽ തന്നെ നമുക്ക് കാഷ്വൽ എത്ര എണ്ണം പോകും, അല്ലെങ്കിൽ കാഷ്വലിൽ തന്നെ ഒരു പ്രത്യേകം ഡിസൈൻ ഉള്ള ഒരു ഒരു പെയർ എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് മൈക്രോ ലെവൽ എന്ന് പറയുന്നത്. സോ അപ്പം ഇത് ഒരു പർട്ടിക്കുലർ സ്റ്റോർ ആവാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആവാം. ആൻഡ് ദെൻ കംസ് ദ മാക്രോ ലെവൽ. അത് നമുക്കൊരു റീജിയൻ ആവാം, കേരളത്തിൽ എത്ര എണ്ണം പോവും, ഇന്ത്യയിൽ എത്ര എണ്ണം പോവും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഫാമിലി തന്നെ എടുക്കാം. അതായത് അപ്പാരൽസിൽ നമുക്ക്, നമ്മുടെ ബിസിനസ്സിലുള്ള അപ്പാരൽസ് ബിസിനസ്സിൽ നമുക്ക് എന്തായിരിക്കും ഡിമാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ കാഷ്വൽസ് അല്ലെങ്കിൽ ഫോർമൽസ് നമുക്ക് എന്തായിരിക്കും ഡിമാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഫോർകാസ്റ്റിംഗ് നമുക്ക് മൈക്രോ ലെവലിലും ചെയ്യാം, മാക്രോ ലെവലിലും ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം സെയിം സാധനം നമുക്ക് നമ്മുടെ ഇൻവെന്ററിയിലും ചെയ്യാം. നമ്മുടെ ഇൻവെന്ററി നമുക്ക് അടുത്ത മാസം നമുക്ക് എത്ര സ്പേസ് വേണം ഇൻവെന്ററിക്ക്, ദാറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് എ ഫോർകാസ്റ്റിംഗ് അല്ലെ. അതേപോലെ പ്രൊക്യൂർമെന്റിൽ നമുക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക്, കാരണം അതിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. അതിനുശേഷമാണ് നമ്മൾ ഫോളോഡ് ബൈ ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ദെൻ അടുത്തൊരു കാര്യമാണ് ഇതിന്റെ ടൈം ഹൊറൈസൺ. ഫോർകാസ്റ്റിംഗ് ക്യാൻ ബി ഡൺ ഫോർ എ ഷോർട്ട് ടേം. നമുക്ക് വീക്ക്ലി ആവാം, മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ ഇയർലി ആവാം. 0 to 1 ഇയർ എന്നുള്ളതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനെ പറയുന്നതാണ് ഓപ്പറേഷണൽ ഫോർകാസ്റ്റ്. അതായത് അടുത്തൊരു വർഷത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ, അടുത്തൊരു മാസത്തേക്ക് നമുക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ പറ്റും, അതിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് മീഡിയം ടേം. മീഡിയം ടേം എന്ന് പറയുമ്പോൾ നമുക്കൊരു 1 to 3 ഇയേഴ്സ് വരും. അതിനെയാണ് നമ്മൾ ടാക്ടിക്കൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാക്ടിക്കൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വരുമ്പം നിങ്ങൾ ഒരു അഗൈൻ നമ്മൾ അപ്പാരൽ ഷോറൂമിന്റെ ഒരു റീറ്റെയിൽ സ്റ്റോറിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അടുത്തൊരു 3 വർഷത്തേക്ക് എങ്ങനെയുള്ള പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് നമ്മൾ കൂടുതൽ പുഷ് ചെയ്യേണ്ടത്,
കാഷ്വൽ ആണോ, ഫോർമൽ ആണോ, കാഷ്വലിൽ തന്നെ എങ്ങനെയുള്ള കാഷ്വൽസ് ആണ്, ബാഗി പാൻസ് ആണോ, അതോ വേറെ എന്തെങ്കിലും ഡിസൈൻസ് ആണോ നമ്മൾ പുഷ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് കുറച്ചുകൂടി ഒരു ടാക്ടിക്കലാണ്. അത് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയറും കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് വരുന്നത്. ആൻഡ് മൂന്നാമത്തേതാണ് ലോങ് ടേം, അതായത് 3+ years, അടുത്തൊരു 10 വർഷത്തേക്ക് എന്താണ് നമ്മുടെ സ്ട്രാറ്റജി, കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ പറ്റും. അതേപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ടേംസ് ഉള്ളത്, ഒന്ന് ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ്. നമ്മൾ എപ്പോഴും ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചോദ്യം വരികയാണ്, ഡിമാൻഡ് നിങ്ങൾ എങ്ങനെയാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ്. പക്ഷേ എന്താണ് ഈ ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് എന്ന് പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ ടൈം അത് സെയിൽസ് ഡേറ്റ ആയിരിക്കും, അതായത് പാസ്റ്റ് സെയിൽസ് ഡേറ്റ, ആക്ച്വൽ സെയിൽസ് ഡേറ്റ. കഴിഞ്ഞ മാസം എത്ര എണ്ണം ആക്ച്വലി വിറ്റുപോയി, അതിന് മുമ്പത്തെ മാസം എത്ര എണ്ണം ആക്ച്വലി വിറ്റുപോയി എന്നുള്ളത് ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് ഫോർകാസ്റ്റ് ഹൊറൈസൺ. അപ്പൊ ഈ ഫോർകാസ്റ്റിംഗ് ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സ്പാൻ ഫോർ ദ ഫോർകാസ്റ്റ്. അത് നമ്മൾ എത്ര നാളത്തെ ഡേറ്റ ആണ് എടുക്കുന്നത്, എത്ര നാളത്തേക്കുള്ളതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ഈ ഹൊറൈസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേതാണ് ഫോർകാസ്റ്റ് ആക്യുറസി. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് തിങ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മൾ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതും ആൻഡ് ഡിമാൻഡ് പ്ലാനിങ്ങിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫോർകാസ്റ്റ് ആക്യുറസി കാരണമാണ്. ഫോർ എക്സാമ്പിൾ, ഫോർകാസ്റ്റ് ആക്യുറസി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വേഴ്സസ് എസ്റ്റിമേറ്റഡ്. ആക്ച്വൽ എത്ര എണ്ണം വിറ്റുപോയി, നമ്മളുടെ എസ്റ്റിമേറ്റ് എന്തായിരുന്നു, അടുത്ത മാസത്തേക്ക് ഞാൻ പറയാണ് 100 എണ്ണം വിറ്റുപോകും, പക്ഷെ സത്യത്തിൽ 95 എണ്ണമേ വിറ്റുപോയുള്ളൂ. അപ്പം അവിടുത്തെ ആക്ച്വൽ ഡിമാൻഡ് എത്രയാണ്? 95 ആണ്. നമ്മുടെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു? 100 ആയിരുന്നു. അതിന്റെ എറർ എത്രയാണ്? 5 ആണ് വരുന്നത് അല്ലേ. അപ്പൊ ആ 5 എങ്ങനെ എറർ വന്നു എന്നുള്ള ഒരു മാർക്കറ്റ് ഇന്റലിജൻസ് കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് കൂടെ നമ്മൾ എടുത്തിട്ട്, റിട്ടേൺ വന്ന പ്രൊഡക്ട്സ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട്, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു ഡിമാൻഡ് പ്ലാനിങ്ങിലോട്ട് വരുന്നത് അല്ലേ. അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോഴും, ഓരോ ടൈം പീരീഡ് കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ ഫോർകാസ്റ്റ് ആക്യുറസി ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ അപ്പം അതാണ് ഫോർകാസ്റ്റ് ആക്യുറസി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇത്രയും മനസ്സിലായി. നമ്മൾ നോക്കാൻ പോകുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാം ആണ് എന്നുള്ളതാണ്. അപ്പം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേതാണ് ഫോർകാസ്റ്റ്സ് ആർ ഓൾവേസ് ഇനാക്യുറേറ്റ് ആൻഡ് മസ്റ്റ് ഇൻക്ലൂഡ് എറർ. അതായത് ഫോർകാസ്റ്റ് നമ്മൾ നോ മാറ്റർ ഹൗ എവർ ഹാർഡ് വി ട്രൈ, നമുക്ക് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് കിട്ടില്ല. ഗോട്ട് ഇറ്റ്? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ പുറത്തൊരു മെയിൻ സൂപ്പർ സെറ്റ് ആയിട്ട് ഡിമാൻഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ റിലേ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ സെയിൽസ് ഡേറ്റ ആണ്. അപ്പൊ അടുത്തൊരു പീരീഡിൽ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രീവിയസ് മന്തിൽ അല്ലെ പ്രീവിയസ് പീരീഡിൽ നടന്ന അതേ കാര്യം വീണ്ടും സംഭവിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഒരു പക്ഷെങ്കിൽ നമ്മുടെ സ്റ്റോറിന്റെ മുന്നിൽ, നമ്മുടെ റീറ്റെയിൽ സ്റ്റോറിന്റെ മുന്നിൽ ഒരു ചെറിയൊരു സ്ലാബ് മാറ്റിയിടുന്ന ഒരു പണിയോ അല്ലെങ്കിൽ ചെറിയൊരു റോഡിൽ ഒരു അറ്റകുറ്റപ്പണിയോ നടന്നാൽ മതി, കസ്റ്റമേഴ്സ് കയറാണ്ട് വേറെ സ്റ്റോറിലോട്ട് പോകും അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഫോർകാസ്റ്റ്സ് ആർ ഓൾവേസ് ഇനാക്യുറേറ്റ് ആൻഡ് മസ്റ്റ് ഇൻക്ലൂഡ് എറർ. ഓക്കെ, ആൻഡ് രണ്ടാമത്തേതാണ് ഷോർട്ട് ടേം ഫോർകാസ്റ്റ് ആർ ഓൾവേസ് ആക്യുറേറ്റ് ദാൻ ലോങ് ടേം. ബിക്കോസ് ലോങ് ടേമിലേക്ക് വരുമ്പം നമുക്ക് പല നോയ്സും അതിൽ കയറി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം ഡിമാൻഡ് പാറ്റേൺസ് പഠിച്ച് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഷോർട്ട് ടേമിലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇന്നലെ ഇത്രയും നടന്നു, മിനിഞ്ഞാന്ന് ഇത്രയും നടന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇത്രയും സെയിൽസ് ഉണ്ടായി, അതിന് മുമ്പത്തെ ആഴ്ച ഇത്രയും ഉണ്ടായി. അപ്പം ഏകദേശം ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അടുത്ത ആഴ്ച ഒരു ഊഹം നമുക്ക് മനസ്സിലാവും. അതേസമയം നമ്മൾ ലോങ് ടേമിലേക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? പല കാര്യങ്ങൾ സംഭവിക്കാം അല്ലെ. കസ്റ്റമറിന്റെ പ്രിഫറൻസ് മാറിയേക്കാം. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വേറൊരു കമ്പനി അതിനെക്കാട്ടിലും അടിപൊളി ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് ആക്യുറേറ്റ് ആയിക്കൊള്ളണം എന്നില്ല അറ്റ് ദ സെയിം ടൈം അല്ലേ. അപ്പം നമ്മുടെ ഈ ബേസ് ഡിമാൻഡിന്റെ കൂടെ നമുക്ക് ട്രെൻഡ് വരാം, സീസണാലിറ്റി വരാം, അല്ലെങ്കിൽ ബാക്കിയുള്ള നോയ്സുകൾ കയറി വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ലോങ് ടേം ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പാരിറ്റീവ്ലി ഇന്നാക്യുറേറ്റ് ആയിരിക്കും കമ്പയർഡ് ടു ഷോർട്ട് ടേം. ആൻഡ് മൂന്നാമത്തേതാണ് അഗ്രിഗേറ്റ് ഫോർകാസ്റ്റ് ആർ മോർ ആക്യുറേറ്റ് ദാൻ ഡിസ്അഗ്രിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗ്രിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഫോർകാസ്റ്റ് ആർ മോർ ആക്യുറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു ഡ്രസ്സിന്റെ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ഒരു പർട്ടിക്കുലർ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉള്ള ഡ്രസ്സിനെക്കാട്ടിലും നമ്മൾ അത് കുറച്ചുകൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട്, ഓക്കെ കാഷ്വൽ വെയേഴ്സിന് ഇതായിരിക്കും ഡിമാൻഡ്, അല്ലെങ്കിൽ ഫോർമൽസിന് ഇതായിരിക്കും ഡിമാൻഡ് എന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ, ഇപ്പം കൊച്ചിയിൽ തൃപ്പൂണിത്തുറയിലുള്ള ഇന്ന സ്റ്റോറിൽ നമ്മൾ സെല്ല് ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ ഈസി ആയിട്ടായിരിക്കും നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേരളത്തിലുള്ള ഇത്രയും 10 സ്റ്റോഴ്സ് എന്നുള്ള ലെവലിലോട്ട് നമ്മൾ മാറുമ്പോൾ അല്ലെ. കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ കേരളത്തിൽ 10 സ്റ്റോഴ്സ് ഉണ്ട്,
ആ 10 സ്റ്റോറിലെയും കൂടെ ഡിമാൻഡ് ഇത്രയായിരിക്കും. അതേസമയം നമ്മൾ ഒരു സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ അവിടെ അഗൈൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്ലാബ് മാറ്റുന്ന ഒരു പണി നടന്നാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ പ്ലംബിംഗ് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ മതി നമ്മുടെ സെയിൽ കുറയാൻ. അതേസമയം നമ്മൾ ഒരു അഗ്രിഗേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നടന്നില്ലേ നമുക്ക് ആ സാധനം എടുത്ത് അടുത്തടുത്ത് കൊണ്ടിട്ടിട്ട് ഓഫർ കൊടുത്തിട്ടാണെങ്കിലും നമുക്കത് വിറ്റ് തീർക്കാൻ പറ്റും അല്ലെ. അപ്പം അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഫോർകാസ്റ്റിംഗ് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കും കമ്പയർഡ് ടു ഡിസഗ്രിഗേറ്റ്. ആൻഡ് ലാസ്റ്റിലത്തെയാണ് ഫോർകാസ്റ്റ് എറർ വിൽ ഇൻക്രീസ് ഫർദർ അപ്പ് ഇൻ ദ സപ്ലൈ ചെയിൻ. അതായത് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടത് ഈ മാസത്തേക്ക് അടുത്ത വർഷത്തേക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടത് എത്രയാണെന്നുള്ളൊരു ലെവൽ ഫോർകാസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ഇന്നാക്യുറസി, അതിൻ്റെ അകത്ത് വരുന്ന ഒരു എറർ എന്ന് പറയുന്നത് ബാക്കി എല്ലായിടത്തും അത് റിഫ്ലക്ട് ചെയ്യും. ബാക്കി എല്ലായിടത്തും റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് അതിന്റെ എക്സ് ടൈംസ് ആയിരിക്കും അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എനിക്ക് 10 യൂണിറ്റ് ആണ് അടുത്ത മാസത്തേക്ക് വേണ്ടുന്നത്. അപ്പൊ ഞാൻ എന്റെ ഇൻവെന്ററി ടീമിനോട് പറയും 10 യൂണിറ്റ് സ്റ്റോർ ചെയ്യണം. അപ്പൊ അവർക്ക് ഒരു 2 എക്സ്ട്രാ വെച്ചേക്കാം, ഒരു 12 യൂണിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഇത് ചെയ്യാമെന്ന് നോക്കും. ആൻഡ് പ്രൊക്യൂർമെന്റ് ടീമിനോട് പറയാം റോ മെറ്റീരിയൽ എടുക്കാൻ പറയും 10 യൂണിറ്റ് ആണെന്ന് പറയും. അവർ ഓർക്കും ഓക്കെ എന്നാലും ഒരു എക്സ്ട്രാ ഒരു 2 കൂടെ എടുത്തേക്കാം. അങ്ങനെ പല ഇതിലെത്തുമ്പോൾ പല കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈ റോ മെറ്റീരിയൽ പ്രൊവൈഡേഴ്സിന് ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ, നമ്മുടെ സപ്ലൈസിന് ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ അവരോർക്കും എന്തോ വലിയ കാര്യം നടക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചധികം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന്. പിന്നാണ് ഞാൻ മനസ്സിലാവുന്നത് എന്റെ 10 യൂണിറ്റ് അല്ല 6 യൂണിറ്റേ ഉള്ളൂ, ശരിക്കും ഞാൻ ഫോർകാസ്റ്റ് ചെയ്തതിൽ വന്ന എന്തോ തെറ്റാണെന്ന് മനസ്സിലായി. നമുക്ക് ആസ് എ മാനുഫാക്ചറർ ഒരു 4 യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു 6 യൂണിറ്റിന്റെ ഇമ്പാക്റ്റേ വന്നിട്ടുള്ളൂ. അതേസമയം നമുക്ക് സപ്ലയേഴ്സിന് നമ്മുടെ കൂട്ടുള്ള പല കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അവർ ബൾക്കായിട്ട് റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അവർക്ക് വന്നേക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും. അതിനെയാണ് നമ്മൾ ബുൾവിപ്പ് എഫക്ട് എന്ന് പറയുന്നത്. വി വിൽ ബി ഡൂയിങ് എ ഡെഡിക്കേറ്റഡ് വീഡിയോ ഫോർ ദിസ് ബിക്കോസ് ദിസ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് വെൻ ഇറ്റ് കംസ് ടു സപ്ലൈ ചെയിൻ ഇന്റർവ്യൂസ് ആൻഡ് ഓൾ. നിങ്ങൾ എവിടെ ഇന്റർവ്യൂവിന് പോയാലും ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ബുൾവിപ്പ് എഫക്ട് എന്ന് വെച്ചാൽ എന്താണ്. അതൊരു ബേസിക്കലി ഒരു ഡെഫിനിഷൻ ആൻഡ് ഒരു എക്സാമ്പിൾ മതി. സോ വി വിൽ ബി കവറിംഗ് ദാറ്റ് പാർട്ട് ഓൾസോ ഇൻ ദ വൺ ഓഫ് ദ കമ്മിങ് വീഡിയോസ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ടൈപ്സ് അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ മെത്തേഡ്സ്. ഒന്നാമത്തേതാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആൻഡ് രണ്ടാമത്തേതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ആൻഡ് ഒന്നാമത്തെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒന്നും ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റേറ്റീവിലേക്ക് പോകുന്നത്. അതേസമയം ക്വാണ്ടിറ്റേറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്വാണ്ടിഫൈ ചെയ്യാൻ നമ്പേഴ്സ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പം ക്വാളിറ്റേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ യൂസ്ഡ് വെൻ ദ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഈസ് അൺഅവൈലബിൾ ആൻഡ് എസ്പെഷ്യലി ഫോർ ദ ന്യൂ പ്രോഡക്ട്സ് ഓർ സ്ട്രാറ്റജിക് ഫോർകാസ്റ്റ്. അതായത് നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ഡേറ്റ ഒന്നും അവൈലബിൾ അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ എപ്പോഴായിരിക്കും വരുന്നത്? നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് റിലീസ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയൊരു കമ്പനി തുടങ്ങുമ്പോഴായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ തന്നെ സ്ട്രാറ്റജിക് ഫോർകാസ്റ്റ്, അതായത് ലോങ് ടേമിൽ ഒരു 10 വർഷം 20 വർഷമൊക്കെ ഒരു ലെവലിലേക്കുള്ള ഒരു വിഷന്റെ പാർട്ടായിട്ട് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിനെ മാത്രം റിലേ ചെയ്യില്ല, നമ്മൾ ക്വാളിറ്റേറ്റീവിലേക്കും വരും. അപ്പം എന്താണ് ഈ ക്വാളിറ്റേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് രണ്ട് മൂന്ന് ടൈപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്നാമത്തേതാണ് മാർക്കറ്റ് സർവേ. മാർക്കറ്റ് സർവേ എന്ന് വെച്ചാൽ എന്താണ്? ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഫോംസ്. അപ്പം അതായത് നമ്മളാണെങ്കിൽ സെലക്ടഡ് ആയിട്ടൊരു ആൾക്കാരെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് കേരളത്തില് ആലപ്പുഴ ജില്ലയിൽ നമ്മൾ വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന എവിടെയാണോ അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ച് പേരെ എടുത്തിട്ട് നമ്മൾ റാൻഡം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അവരോട് നമ്മൾ ചോദിക്കും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കുവോ? ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും ത്രൂ ആ പ്രൊഡക്റ്റ്, അപ്പൊ നിങ്ങൾ അത് മേടിക്കാൻ ചാൻസ് ഉണ്ടോ? അപ്പൊ ആൾക്കാർ ഒരു പക്ഷെ തിരിച്ചു ചോദിക്കും അതിന്റെ വില എത്രയാ? അപ്പൊ ഇപ്പൊ ഒരു ഏകദേശം ഇത്ര രൂപയാവും. അപ്പൊ അവർ പറയും ഓക്കെ ഇല്ല ഞങ്ങൾക്ക് താല്പര്യമില്ല. ചില ആൾക്കാർ മേടിക്കും, ചില ആൾക്കാർ മേടിക്കില്ല. അത് ഒരു മോർ ഓഫ് ലൈക്ക് ആൻഡ് ഒരു ഒപ്പീനിയൻ നമ്മൾ ഗ്യാദർ ചെയ്യാണ്. അതേപോലെ തന്നെ ഫോംസ്, ഇപ്പൊ നിങ്ങൾക്ക് വാട്സപ്പിലാണെങ്കിലൊക്കെ ഗൂഗിൾ ഫോംസ് ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. എന്നിട്ട് നിങ്ങൾ ഈ കുറെ ചോദ്യങ്ങളുണ്ടാവും, ഈ ചോദ്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ റിസർച്ചിന്റെ പാർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് അതിന്റെ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഫസ്റ്റ് ദെൻ സ്കെയിൽ. അതായത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ഒരു ഫോക്കസ് ഗ്രൂപ്പിൽ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കും, ഇത് വർക്കബിൾ ആവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മളത് സ്കെയിൽ ചെയ്യും. അപ്പം അതാണ് മാർക്കറ്റ് സർവേ എന്ന് പറയുന്ന ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തേത് ഡെൽഫി മെത്തേഡ്. ഡെൽഫി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ്. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് അത് ഏത് ഇൻഡസ്ട്രിയിലാണോ അതിനു മുമ്പേ ആ പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാര്, അങ്ങനെയുള്ള കുറച്ച് എക്സ്പേർട്സിനെ നമ്മൾ ഗ്യാദർ ചെയ്യും. എന്നിട്ട് അവരുടെ ഒപ്പീനിയൻ എടുക്കും. ഓരോ ആൾക്കാരോടും ചോദിക്കും ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്ലാൻ, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് വർക്ക് ആവുമോ ഇല്ലയോ?
അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡം ആയിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ പോയി ചോദിക്കുന്നു, നമ്മളുടെ ഒരു കസ്റ്റമർ സെഗ്മെന്റ് ആണെന്നുള്ള ഒരു അസംഷനിൽ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള എക്സ്പേർട്സിന്റെ അടുക്കൽ നിന്ന് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ എടുക്കുന്നു. അപ്പം ഇതിന്റെ ഒരു ബേസിക് അണ്ടർലൈൻ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ സംവൺ സംവെയർ നോസ് ദ ട്രൂത്ത്. അതായത് ലോകത്ത് എവിടെയോ ഇരിക്കുന്ന ആർക്കൊക്കെയോ ഇതിനെപ്പറ്റി കാര്യമായിട്ട് ധാരണയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പേർട്സ് എന്ന് പറയുന്നത്, അല്ലെ? ഇൻഡസ്ട്രി എക്സ്പേർട്സ്, ഒരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എക്സ്പേർട്സ്. അതായത് നമ്മളൊരു പുതിയ ഒരു വണ്ടി റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഓട്ടോമോട്ടീവ് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കാര്യമായ ധാരണയുള്ള ഒരാളുടെ അടുക്കൽ നമ്മൾ ഒപ്പീനിയൻ എടുക്കും. അപ്പൊ അവർക്ക് അതിന്റെ നമുക്ക് എന്താണ് ഒരു ധാരണ തരാൻ പറ്റും. നിങ്ങൾ ഏകദേശം ഇത്രയും ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനനുസരിച്ച് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാന്നൊക്കെയുള്ള ഒരു ലെവലിൽ നമുക്ക് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ നമുക്ക് കിട്ടും. അതാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ക്വാണ്ടിഫൈ ചെയ്യാനുള്ള ഡേറ്റയോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റയോ ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വഴി ചൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ആൻഡ് ദിസ് ഈസ് ദ മോർ ഇമ്പോർട്ടന്റ് വൺ. ബിക്കോസ് നമ്മൾ ജോലിയിൽ എല്ലാം ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, യൂസ്ഡ് വെൻ ദ ഡിമാൻഡ് ഡ്രൈവേഴ്സ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ആൻഡ് ദ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഈസ് അവൈലബിൾ. അപ്പൊ ഈ ഡിമാൻഡ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് ക്യാൻ ബി സെയിൽസ്, ഇറ്റ് ക്യാൻ ബി മാർക്കറ്റ് condition, whether it is going up or going down. It can be the competitors data. അതായത് നമുക്ക് ഈ ഡിമാൻഡ് ഡ്രൈവേഴ്സ്, നമുക്ക് പല ഡിമാൻഡ് ഡ്രൈവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളപ്പം we can quantify that. Quantitative മെത്തേഡിൽ വരുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ടൈം സീരീസ് മെത്തേഡ്. ഇതിന്റെ അകത്ത് ബേസിക്കലി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതായിരിക്കും. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഓൾ ദോസ് തിങ്സ്. അപ്പം ഇതിപ്പോ നമ്മൾ ബേസിക്കലി യൂസസ് ഇന്റേണൽ ഡാറ്റ, നമ്മുടെ തന്നെ സെയിൽസ് ഡാറ്റ അല്ലെങ്കിൽ ഇൻവെന്ററി ഡാറ്റ ആയിരിക്കും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ അകത്തുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നെയ്വ് മെത്തേഡ്, മൂവിംഗ് ആവറേജ്, അതിന്റെ തന്നെ സിമ്പിൾ, ഡബിൾ, വെയ്റ്റഡ് മൂവിംഗ് ആവറേജസ് ഉണ്ട്. ആൻഡ് ദെൻ എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ്, അതേപോലെ തന്നെ ഹോൾട്ട് വിൻഡേഴ്സ് മോഡൽ ആൻഡ് അരിമ, എക്സെട്ര. രണ്ടാമത്തേതാണ് കോസൽ ആൻഡ് അസോസിയേറ്റീവ് മോഡൽസ്. അപ്പൊ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വി യൂസ് ദ എക്സ്റ്റേണൽ ഡാറ്റ ആൻഡ് മോഡൽസ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിമാൻഡ്. അതായത് നമ്മളുടെ ഒരു രാജ്യത്തിന്റെ GDP വേഴ്സസ് നമ്മുടെ ഡിമാൻഡ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ട്രെൻഡ് വേഴ്സസ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ഒരു റീജിയണലി ഉള്ള ഒരു മാർക്കറ്റ് ഗ്രോത്ത് വേഴ്സസ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും, അതും അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന്റെ ഒരു മാർക്കറ്റ് ഗ്രോത്ത് വേഴ്സസ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ കോസ് ആൻഡ് എഫക്ട് മോഡൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസൽ ആൻഡ് അസോസിയേറ്റീവ് മോഡൽസ്. അതിൻ്റെ അകത്തുള്ള മെത്തേഡ്സ് ആണ്, റിഗ്രഷൻ ഉണ്ട്, അതിൽ തന്നെ നമുക്ക് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, അതും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ആൻഡ് ദെൻ എക്കണോമെട്രിക് മോഡൽസ് ഉണ്ട്. അപ്പൊ ഈ എക്കണോമെട്രിക് മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലസ് എക്കണോമിക്സിന്റെ കുറച്ച് തിയറീസ് കൂടെ ഉള്ളതാണ്. അത് നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യലില്ല, പൊതുവെ നമ്മൾ റിഗ്രഷൻ ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ വരുന്നതാണ് മൂന്നാമത്തേതാണ് സിമുലേഷൻ മോഡൽസ്. അതിൽ വരുന്നതാണ് സിമുലേറ്റ്സ് ദ സിനാരിയോസ് ലൈക്ക് കസ്റ്റമർ ചോയ്സ് ഓർ മാർക്കറ്റ് ഗ്രോത്ത് എക്സെട്ര. അപ്പൊ നമ്മൾ സിമുലേറ്റ് ചെയ്യാണ്, മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് എന്ത് പറ്റും എന്നുള്ളത് നമ്മൾ കുറെ ഡിസിഷൻ പോയിന്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ ഡ്രൈവേഴ്സ് ഡിസൈഡ് ചെയ്തിട്ട് ഓരോന്നിന്റെ വാല്യൂ നമ്മൾ കൂട്ടിയും കുറച്ചും എടുത്തിട്ട് നമ്മൾ അത് ഡിസൈഡ് ചെയ്യുകയാണ്, ഒരു സിമുലേറ്റ് ചെയ്യുകയാണ്, ഒരു ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ വെർച്വലി ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് വാട്ട് ഹാപ്പൻസ് ടു അവർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവർ കമ്പനി. അതിനെയാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ അടുത്തതാണ് നാലാമത്താണ് വിച്ച് ഈസ് ദ അഡ്വാൻസ്ഡ് ടൈപ്പ് മെത്തേഡ് ഈസ് കോൾഡ് AIML മോഡൽസ്. അതിന്റെ നമുക്ക് റാൻഡം ഫോറസ്റ്റ്, ന്യൂറൽ നെറ്റ്വർക്ക് എക്സെട്ര വരും. ഇത് നമ്മൾ പെൻ ആൻഡ് പേപ്പേഴ്സ്, നമ്മൾ ഈ ഫ്ലോയിൽ നമ്മൾ പഠിക്കില്ല, പക്ഷേ നമ്മൾ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ വി വിൽ യൂസ് AIML മോഡൽസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ടൈം സീരീസ് ആണ്, പ്ലസ് കോസലിന്റെ അകത്ത് റിഗ്രഷനുമാണ്. അപ്പൊ ഇത് ഇത്രയും നമ്മൾ പേനയും പേപ്പറും യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ വി വിൽ ലേൺ വാട്ട് ടു യൂസ് വെൻ ആൻഡ് വൈ. അത് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലെ? ഇത്രയും മെത്തേഡ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. പ്രൊഡക്റ്റ് ടു പ്രൊഡക്റ്റ്, ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി, സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ, നിങ്ങളുടെ ഇരിക്കുന്ന ഡേറ്റയുടെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ മോഡൽ മാറ്റിയും തിരിച്ചും യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കോമ്പിനേഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം യു വിൽ ലേൺ ദാറ്റ് ഓൾസോ. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ സപ്ലൈ ചെയിൻ ചാലഞ്ചിൽ ഇവിടെ ആരും നിങ്ങൾക്ക് നോട്ട് തരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഇടാനോ ഒന്നുമില്ല. ഇത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾ പഠിക്കുന്നു. അപ്പം നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി, നിങ്ങളോട് ചോദിക്കാൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങേണ്ടത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഡിമാൻഡ് പ്ലാനിംഗ് ആൻഡ് ദെൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിലോട്ട് വരുമ്പോൾ ടൈം സീരീസ് ഉണ്ട്, കോസൽ ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞു നിർത്താതെ നമ്മൾ കുറച്ചുകൂടെ ആ കമ്പനി സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ, അതായത് ടൈം സീരീസ് ഉണ്ട്, പക്ഷേ നിങ്ങളുടെ കമ്പനി ഇതാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതാണ്, നിങ്ങളുടെ മാർക്കറ്റ് ഇതാണ്, നിങ്ങളുടെ കമ്പനിയുടെ സൈസ് ഇതാണ്, അതുകൊണ്ട് തന്നെ ഇന്ന മെത്തേഡ് ആയിരിക്കും ഐ വുഡ് സജസ്റ്റ് ബിക്കോസ് ഓഫ് ദീസ് റീസൺസ്. അന്നേരമാണ് നിങ്ങൾക്ക് അവിടെ വരുന്ന ഒരു കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ നിങ്ങളും ചിന്തിക്കുന്നുണ്ട് യു ആർ ഓൾസോ എ സപ്ലൈ ചെയിൻ ഗൈ എന്നുള്ളൊരു
ചിന്ത അവർക്ക് വരുള്ളൂ അല്ലെ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല ഇതിനേക്കാളും വൃത്തിക്ക് തത്ത പറയുന്ന പോലെ ChatGPT പറയും. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ ആ ഇന്റർവ്യൂവർക്ക് അതെല്ലാം കിട്ടും. അവർക്ക് കിട്ടാത്ത എന്താണ്? ChatGPTന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോഡോ ജെമിനി ആ മോഡൽസ് യൂസ് ചെയ്തിട്ട് അവർക്ക് കിട്ടാത്ത എന്താണ്? ഈ ഒരു ഡിസിഷൻ ആണ്. എന്ത് പ്രയോറിറ്റൈസ് ചെയ്യണം, എന്ത് പറയണം, എങ്ങനെ ഫ്രെയിം ചെയ്യണം, അങ്ങനെയുള്ള അടുത്താണ് നമ്മളുടെ ഒരു ഹ്യൂമൻ ഇന്റലിജൻസിന് ഇനിയും വരുന്ന കാലത്ത് എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെ. ജസ്റ്റ് വന്നിട്ട് കുറെ മെത്തേഡ്സും ടൈപ്സും പറയാതെ എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ യൂസ് ചെയ്യണം സ്പെസിഫിക് ടു ദാറ്റ് കമ്പനി, അവിടെയാണ് നിങ്ങളുടെ വാല്യൂ ഇരിക്കുന്നത്. സോ അപ്പൊ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെട്രിക്സ് ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി കോൾഡ് ആൻസ് ഓഫ് മെട്രിക്സ്. നമ്മൾ അതിന്റെ അകത്ത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ഒരു ആംഗിളൂടെ കൊണ്ടുവന്നേക്കുന്നതാണ് അല്ലെ. ഇഫ് യു ആർ ഫ്രം എൻ MBA ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു മെട്രിക്സ് നല്ല വൃത്തിക്ക് അറിയാമായിരിക്കും. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാ ഉള്ളത്? പ്രൊഡക്റ്റ് ഉണ്ട് ആൻഡ് മാർക്കറ്റ് ഉണ്ട്, ആൻഡ് ദെൻ കറന്റ് പ്രൊഡക്റ്റ് ഉണ്ട്, ന്യൂ പ്രൊഡക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ കറന്റ് മാർക്കറ്റ് ഉണ്ട്, ന്യൂ മാർക്കറ്റ് ഉണ്ട്. അപ്പം ഈ 4 സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയുള്ള എന്താണ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ മെട്രിക്സിൽ കൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറന്റ് പ്രൊഡക്റ്റ് ആൻഡ് കറന്റ് മാർക്കറ്റ്, ഇത് മാർക്കറ്റ് ആണ്, ഇത് പ്രൊഡക്റ്റ് ആണ്, ഇത് കറന്റ് ആണ്, ഇതും കറന്റ് ആണ്. ഓക്കെ, കറന്റ് പ്രൊഡക്റ്റ് ആൻഡ് കറന്റ് മാർക്കറ്റ് അങ്ങനെ വരുമ്പം ആ ഒരു സ്ട്രാറ്റജിയെ നമ്മൾ പറയുന്നതാണ് മാർക്കറ്റ് പെനിട്രേഷൻ. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട, അതായത് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട, അപ്പൊ അവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മാർക്കറ്റ് ഷെയർ, നമ്മുടെ ഉള്ള എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് വിച്ച് ക്യാൻ ബി എ ഈവൻ ടൈം സീരീസ് മെത്തേഡ് ഓൾസോ അല്ലെ. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് അവിടെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ആൻഡ് രണ്ടാമത്തേതാണ് കറന്റ് മാർക്കറ്റ് ബട്ട് ന്യൂ പ്രൊഡക്റ്റ്. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ബട്ട് റിഗ്രഷൻ ഓർ കോസൽ. ബിക്കോസ് നമുക്ക് എന്താ, നമ്മുടെ പ്രൊഡക്റ്റ് പുതിയതാണ്, ആ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് എന്താണ് ആ മാർക്കറ്റിൽ നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റിഗ്രഷൻ നോക്കണം. അതായത് മറ്റ് പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ മറ്റ് ഡിമാൻഡ് ഡ്രൈവേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പ് മോഡൽ ചെയ്യണം. അതിനെ ഈ പറയുന്നതിനെ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്ട്രാറ്റജിയെ ഓവറോൾ ഈ ഒരു സ്ട്രാറ്റജിയെ നമ്മൾ പറയുന്നതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. നമ്മുടെ എക്സിസ്റ്റിംഗ് അല്ലാതെ ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ മാറുവാണ്. ആൻഡ് അടുത്തതാണ് ന്യൂ മാർക്കറ്റ് ആൻഡ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. നമ്മുടെ കയ്യിലുള്ള കറന്റ് പ്രൊഡക്റ്റ് പുതിയൊരു മാർക്കറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് മാർക്കറ്റ് ഡെവലപ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ കേരളത്തിലാണ് ചെയ്യുന്നത്, ഞാൻ തമിഴ്നാട്ടിലോട്ടൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്, ബട്ട് ഇറ്റ് ഷുഡ് ബി സച്ച് ആസ് ഫോക്കസ് ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ സർവേസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമുക്ക് കേരളത്തിലുള്ള ഒരു നമ്മുടെ ഒരു കസ്റ്റമർ ക്ലസ്റ്റർ, എങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ് നമ്മളുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നതെന്ന് നമുക്കൊരു ധാരണയുണ്ട്. സിമിലർ ഫോക്കസ് ഗ്രൂപ്പ്സിനെ നമ്മൾ തമിഴ്നാട്ടിലും എടുത്തിട്ട് അവിടെ നമ്മൾ അവരുടെ അടുക്കൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദ ഫോർത്ത് വൺ, ഡൈവേഴ്സിഫിക്കേഷൻ. ഇവിടെ എന്തായിരിക്കും? പുതിയ പ്രൊഡക്റ്റ് ആണ്, അതേപോലെ പുതിയ മാർക്കറ്റ് ആണ്. എവിടെയോ നമുക്ക് ഒരു ധാരണ ഇല്ലാത്തൊരു മാർക്കറ്റിൽ നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ട് ചെല്ലുകയാണ്, വിച്ച് ഈസ് വെരി റിസ്കി. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഇല്ല, നമ്മളപ്പം ഡെൽഫി മെത്തേഡ് ആൻഡ് മാർക്കറ്റ് സർവേസ് ആണ് ചെയ്യുന്നത്. ഡെൽഫി മെത്തേഡ് എന്താണ്? എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ, ആ ഒരു ഇൻഡസ്ട്രിയെ പറ്റി നല്ല വൃത്തിക്ക് അറിയാവുന്ന എക്സ്പേർട്സിനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എടുത്തിട്ട് അവരോട് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ച് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കും. കൂട്ടത്തിൽ നമ്മൾ മാർക്കറ്റ് സർവേയും ചെറിയൊരു സ്കെയിലിൽ നമ്മൾ മാർക്കറ്റ് സർവേയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അവിടെ നമുക്ക് നമ്മളുടെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു മെട്രിക്സിനെ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആംഗിളിൽ നിന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും ആദ്യത്തെ ഇതിൽ വരുമ്പോൾ കറന്റ് മാർക്കറ്റ് കറന്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ടൈം സീരീസ് മതിയാവും. കറന്റ് മാർക്കറ്റ് ന്യൂ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് റിഗ്രഷൻ വേണ്ടി വരും. അതേപോലെ തന്നെ ന്യൂ മാർക്കറ്റ് കറന്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ ആയിരിക്കും വേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് ന്യൂ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഡെൽഫി അല്ലെങ്കിൽ മാർക്കറ്റ് സർവേ വേണ്ടി വരും. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെട്രിക്സ് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ, അതായത് ഞാൻ ഇവിടെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് 1, 2, 3 and 4. അപ്പൊ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ഡിമാൻഡ് ഓഫ് റോയൽ എൻഫീൽഡ് 100-350 ഇൻ കേരള. റോയൽ എൻഫീൽഡിന്റെ ഒരു ബൈക്കിന്റെ ഒരു മോഡലാണ് 100-350. അതിന്റെ കേരളത്തിലുള്ള മന്ത്ലി ഡിമാൻഡ് എത്രയാണ്? നെക്സ്റ്റ് മന്ത്ലി ഡിമാൻഡ് എങ്ങനെ കാണാം? വിച്ച് ഈസ് ദിസ്? കറന്റ് പ്രൊഡക്റ്റ് ആണ്, കറന്റ് മാർക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ടൈം സീരീസ് മതിയാവും. ടൈം സീരീസിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? ജസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. എന്തൊക്കെയാണ്? മൂവിങ് ആവറേജ് ഉണ്ട്, അല്ലെങ്കിൽ അരിമ, അല്ലെങ്കിൽ ഈവൻ സിമ്പിൾ ആവറേജ് ആവാം. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ്സ് ഏതാണോ സ്യൂട്ടബിൾ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ടൈം സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേതാണ് റിലീസിംഗ് ന്യൂ റോയൽ എൻഫീൽഡ് മോഡൽ ഇൻ കേരള. ഇതുവരെ ഇല്ലാത്ത പുതിയൊരു ബൈക്കിന്റെ മോഡൽ അവർ കേരളത്തിലോട്ട് കൊണ്ടുവരുവാണ്. അപ്പൊ അവർക്ക് എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റ് ഈസ് കറന്റ്, പക്ഷെങ്കിൽ പ്രൊഡക്റ്റ് ഈസ് ന്യൂ.
അപ്പൊ ഈ സിറ്റുവേഷനിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് റിഗ്രഷൻ ഓർ കോസൽ, അതായത് മറ്റു ബൈക്കിനെ അപേക്ഷിച്ച് ഇതിന്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർക്ക് മോഡൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന്റെ ഡാറ്റ വെച്ചിട്ടാണെങ്കിൽ മോഡൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ മൂന്നാമത്തേതാണ് റിലീസിംഗ് റോയൽ എൻഫീൽഡ് ഹണ്ടർ 350 ഇൻ ആഫ്രിക്ക. ഒരു ഐഡിയ ഇല്ല. അതായത് പുതിയ മാർക്കറ്റാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പ്രൊഡക്റ്റ്, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് എടുത്തിട്ട് പുതിയൊരു രാജ്യത്ത്, പുതിയൊരു മാർക്കറ്റിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അത് റിലീസ് ചെയ്യുകയാണ്. അപ്പം അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമുക്ക് അന്നേരം എന്ത് ചെയ്യാം? ക്വാളിറ്റേറ്റീവ് മെത്തേഡ് സച്ച് ആസ് ഫോക്കസ് ഗ്രൂപ്പ് എടുക്കാം. നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയുള്ള ഒരു എന്താണ് ഇൻകം സ്കെയിലുള്ള ആൾക്കാരാണ് ഇത് മേടിക്കുന്നത്, ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് ഇത് മേടിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സിമിലർ കസ്റ്റമർ ഗ്രൂപ്പിനെ നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുന്ന് എന്താണ് ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും, അല്ലെ, അവിടെ റിലീസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡ്രോൺ മാനുഫാക്ചറിങ് ഇൻ ഇന്ത്യ. അതായത് റോയൽ എൻഫീൽഡ് അവര് എന്താണ് 2 വീലേഴ്സ് ഒക്കെ മാറ്റിയിട്ട് ഡ്രോൺ മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ. ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ്, അല്ലെ, പുതിയൊരു പ്രൊഡക്റ്റ്, പുതിയൊരു മാർക്കറ്റ് ആണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? എന്താണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ വേണ്ടി വരും, അല്ലെ. ആ ഡ്രോൺ മാനുഫാക്ചറിങ് ആ ഒരു ഇൻഡസ്ട്രിയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് അവരുടെ ഒപ്പീനിയൻസ് എടുത്ത് ഒരു മാർക്കറ്റ് സർവേ ഒക്കെ നടത്തിയിട്ട് വേണം അപ്പൊ അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മെട്രിക്സും ഈ ഒരു എക്സാമ്പിൾസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി മിക്സ് ഓഫ് സപ്ലൈ ചെയിൻ ആൻഡ് മാർക്കറ്റിംഗ്. ഇപ്പൊ ഈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പെനിട്രേഷൻ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, മാർക്കറ്റ് ഡെവലപ്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് പ്യൂർ മാർക്കറ്റിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് സപ്ലൈ ചെയിൻ. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് സപ്ലൈ ചെയിൻ്റെ അകത്തും വരാം, അല്ലെ. അതായത് ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ പുതിയ മാനുഫാക്ചർ ചെയ്യുന്നത്. മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് റോ മെറ്റീരിയലിന്റെ ആവശ്യവും അല്ലെ ഇൻവെന്ററിയും പ്രൊക്യൂർമെന്റിന്റെ എല്ലാം ആവശ്യം വരുന്നത്, അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇൻ ആൻ ഹൈ ലെവൽ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണ് എക്സാമ്പിൾസ് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ മെത്തേഡ്സും യൂസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.